കഴിഞ്ഞ ഒന്നാം ഉദാഹരണത്തിൽ ആത്മാവിന്റെ ഏകതയെ തൊട്ടു കാണിക്കുവാൻ ആദ്യം ഒരു ജഡപദാർത്ഥമായ ജലത്തിന്റെ ഏകതയെ എടുത്തു കാണിച്ചു. വ്യത്യസ്ത രൂപങ്ങളിലും വ്യത്യസ്ത ഭാവങ്ങളിലും പ്രത്യക്ഷീഭവിക്കുന്ന സമുദ്രം, മേഘം, മഞ്ഞ്, മഴ, വെള്ളത്തുള്ളികൾ, അരുവികൾ, തോടുകൾ, നദികൾ, കുളം, വെള്ളത്തുള്ളികൾ, തടാകം എന്നിങ്ങനെ വ്യത്യസ്ത നാമങ്ങളിൽ പറയുമ്പോഴും അതിലെല്ലാം സത്യമായിരിക്കുന്നത് കേവലം ജലം മാത്രം ആണെന്നും അതിസൂക്ഷ്മമായിരിക്കുന്നത് അദൃശ്യമായ ജലം എന്ന അറിവും ആണെന്ന് സമർത്ഥിച്ചു. അതിനുശേഷം പരസ്പരം യാതൊരു സാമ്യവും ഇല്ലാത്ത കടുവ, സിംഹം, വരാഹം, കീടം, ശലഭം, തുമ്പി, കൊതുക് എന്നീ ജീവരൂപങ്ങളെ എടുത്തു കാണിച്ചിട്ട് അതിലെല്ലാം ഇരിക്കുന്ന ജീവൻ ഒന്നാണെന്നും അത് തുല്യ പ്രാധാന്യമുള്ളതാണെന്നും സമർത്ഥിച്ചുകൊണ്ട് തത്വമസി ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ഉദാഹരണത്തിൽ പ്രതീകമായി എടുത്തിരിക്കുന്നത് വൃക്ഷത്തെയാണ്. മൂന്നാം ഉദാഹരണത്തിലും പ്രതീകമായി വൃക്ഷത്തെ എടുത്തിട്ടുണ്ട്.